പ്രീസ് ലോർഡ്. ക്രിസ്ത്യ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൽ നിന്ന് പോയി. ദാവീദിനെ വിളിച്ച് കിന്നരം വായിക്കുന്ന ഭാഗമൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിലാണ് ഗോലിയാത്തുമായുള്ള യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നത്. എന്നാൽ 18-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്തുമല്ലാതെ തനിക്ക് എന്ത് ലഭിക്കാനുള്ളൂ എന്ന് ചിന്തിച്ചാണ് അന്നു മുതൽ ആ വാക്ക് നിമിത്തം ശൗല് കോപിച്ചിട്ട് തനിക്ക് കണ്ണുകടി തുടങ്ങുവാനിടയായി തീർന്നു. ആ അധ്യായത്തിൽ താൻ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഫെലിസ്ത്യരാൽ തന്നെ കൊല്ലപ്പെടട്ടെ എന്ന് പ്രതീക്ഷയോടെ താൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേസമയത്ത് 2 പ്രാവശ്യം അധ്യായത്തിൽ ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ താൻ തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, ദാവീദിനെ കൊല്ലണം. അതറിഞ്ഞ് തൻ്റെ മകനായ യോനാഥാൻ ദാവീദിനോട് ഈ കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ശൗലിന് കണ്ണുകടി തുടങ്ങിയത് ഒരു വാക്ക് നിമിത്തമാണ്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ അല്ലയോ, അതോ മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തി ആ വ്യക്തിയെക്കാളും കൂടുതൽ എനിക്ക് കയറി പോകണം എന്നൊരു ഉദ്ദേശത്തോടെയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കുട്ടി അടുത്ത കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് നേടുവാൻ പരിശ്രമിക്കുന്നു. ഒരു കലീഗ് മറ്റ് കലീഗിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്ത് ഉന്നത സ്ഥാനങ്ങളിൽ കയറുവാൻ ആഗ്രഹിക്കുന്നു. അത് ശുശ്രൂഷ മേഖലയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു ഇല്ലയോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വ്യക്തിയേക്കാൾ ഉറക്കെ പാട്ടുപാടുവാനോ ഒരു വ്യക്തിയേക്കാൾ അധികം വാക്യം വായിക്കുവാനോ നമ്മൾ ശ്രമിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, കർത്താവ് ഇത് കേൾക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ്.